ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാവുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഷെഫീന ബീഗവും അതുപോലെ തന്നെ ജാമിത ടീച്ചറും. പലരും ഞാൻ ജാമിത ടീച്ചർ എന്ന് പറയുമ്പോൾ പലരും പറയാറുണ്ട് അവർക്ക് വിദ്യാഭ്യാസമില്ല, അവരെ എന്തിനാണ് ടീച്ചർ എന്ന് പറയുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനതൊന്നും വച്ചിട്ടല്ല ഞാൻ അവരെ ടീച്ചർ എന്ന് പറയുന്നത്. അവരുടെ ചാനലിൽ തന്നെ ജാമിത ടീച്ചർ എന്നാണ് അവർ സ്വയം അവരെ ടീച്ചർ എന്നാണ് പറയുന്നത്. പിന്നെ എന്നെക്കാളും ഏജ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീ കൂടിയാണ് അവർ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാനങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അത് എൻ്റെ ഒരു വ്യക്തിത്വം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ജാമിത ടീച്ചറെയോ ഷെബീന ബീഗം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെയോ ഈ രണ്ട് സഹോദരിമാരെയും എനിക്ക് നേരിട്ട് അറിയില്ല. പക്ഷേ രണ്ട് പേരുടെയും റൂട്ട് രണ്ട് രീതിയിലാണ്. ജാമിത ടീച്ചർ എന്ന് പറയുന്നൊരു വ്യക്തി മതം വിട്ട ശേഷം ആ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് മാറിയ ശേഷം ആ മതത്തിലുള്ളവരെ തന്നെ ഖുറാനിലുള്ള സംഭവം ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് താഴ്ത്തി കിട്ടുന്ന രീതിയിൽ പല തവണയും വീഡിയോയിൽ കാണാറുള്ളതെന്ന് വെച്ചാൽ ഇസ്ലാം മതത്തിനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്ന ആ ഒരു രീതി ജാമിത ടീച്ചർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് ഒരുമാതിരിയിൽപ്പെട്ട ഇസ്ലാം മത വിശ്വാസികൾക്ക് അവരോട് കുറച്ച് അകൽച്ചയുമുണ്ട്. അങ്ങനെ നമ്മൾ കാണാറുണ്ട്. പല വീഡിയോകളിലും ജാമിത ടീച്ചർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ പോലും പലർക്കും ഇഷ്ടമല്ലാതെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷെഫീന ബീഗം എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ തികഞ്ഞ ഇസ്ലാം മത വിശ്വാസി തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. ഇവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഇവർക്ക് സംഘപരിവാറിലെ ആളുകളെ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഈ പറയുന്ന ജാമിത ടീച്ചർ നേരെ ഓപ്പോസിറ്റുമാണ്. അപ്പോൾ ഇത് ഈ ഒരു കാരണത്താൽ തന്നെ ഇവർ രണ്ട് പേരും തമ്മിൽ കുറേ നാളായിട്ട് ഇപ്പോൾ സ്ക്രാച്ച് നല്ല രീതിയിലുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ജാമിത ടീച്ചർ വന്നിട്ട് ഇസ്ലാം മതത്തിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരുപാട് സംഘപരിവാറിലെ ആളുകൾ ഇവർക്ക് നന്നായിട്ട് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ സംഘപരിവാറിൻ്റെ ആളുകളെ ഒട്ടും പെടാത്ത നമ്മുടെ ഷെഫീന എന്ന് പറയുന്ന സഹോദരിക്ക് അത് കാണുമ്പോൾ ഹാലിളവും. അത് മാത്രമല്ല, ഇസ്ലാം മതത്തെ ഒരുപാട് അടിച്ചു താഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് ശരിക്കും അവർ ആ ഒരു മതത്തിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് അവർക്കത് കാണുമ്പോൾ ദഹിക്കാതെ വരും. അപ്പോൾ അവർ അതിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കും. ഇതിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ശരിക്കും നമ്മുടെ ഷെഫീന എന്ന് പറയുന്ന സഹോദരിയുടെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പച്ചത്തെറി മാത്രമേ പറയുള്ളൂ. അത് ഇന്നാരെന്നൊന്നുമില്ല, ആരുടെ മുഖത്ത് വേണേലും നോക്കിയിട്ട് പുഴുത്ത തെറി പറയുന്ന ഒരു സഹോദരിയാണത്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വേണേലും പറയാൻ ചാൻസ് ഉണ്ട്. സാരമില്ല, ഒരു സഹോദരി പറയുന്നതാണ് എന്ന് ഞാൻ കരുതിയേക്കാം. എന്നാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസമായിട്ട് ഇവരുടെ ഈ ഒരു സ്ക്രാച്ച് കുറേ നാളായിട്ട് ഇവരുടെ ഈ ഒരു വഴക്കൊക്കെ നടക്കുകയാണ്. അപ്പോഴൊന്നും നമ്മൾ റിയാക്ഷനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് ഇടപെടേണ്ട കാര്യമില്ല എന്ന് തോന്നി. പക്ഷേ എന്നാൽ ചോദിക്കും, ഇപ്പോൾ എന്തിനാണ് നിങ്ങളത് ഇടപെട്ടത് എന്ന് ചോദിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു ന്യൂസ് കണ്ടതുകൊണ്ടാണ്. കാരണം ജനം ടി വിയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജാമിത എന്ന് പറയുന്ന സഹോദരിയാണ്. അവർ ജനം ടി വിയിൽ വന്നിട്ട് ഷെഫീന ബീഗത്തെ പറ്റിയിട്ട് നല്ല കഠിനമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വളരെ ശക്തമായ രീതിയിൽ ഷെഫീന ബീബിക്കെതിരെ ഒരു അന്വേഷണം വേണം എന്നൊക്കെ വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ജാമിത ടീച്ചറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ ഉമ്മയെയും സഹോദരിയെയൊക്കെ കണ്ടിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നോ അവരെ ഭീഷണിപ്പെടുത്തിയെന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 90 വയസ്സിനടുത്ത് പ്രായമുള്ള ജാമിത എന്ന് പറയുന്ന സഹോദരിയുടെ ഉമ്മയുടെ അടുത്ത് ചെന്നിട്ട് അങ്ങണ്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം വന്നിട്ട് ജനം ടി വിയിൽ ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് തന്നെ ജനം ടി വിയോട് കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ഓർത്തു ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടപ്പോഴത്തേക്ക് കാര്യം ഇത്തിരി ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്ന് മനസ്സിലായത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷെഫീന ബീഗം ബംഗ്ലാദേശ് ചാര സംഘടനയുടെ ആളാണെന്നാണ് ജാമിത എന്ന് പറയുന്ന
ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. ചാരസംഘടനയുടെ ഇത് ചെറിയൊരു ആരോപണമല്ല, വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം ഒരാളുടെ മേൾക്ക് നമ്മൾ പറയുമ്പോൾ അതൊരു പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ അതിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്ന് ഓർക്കേണ്ടതാണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് എന്ത് വേണേലും ആരെ വേണേലും പറയാം. പക്ഷേ അങ്ങനെ പറഞ്ഞതിന് ശേഷമായിരിക്കും അതിനെതിരെ വരുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നത്. അവരങ്ങനെയാണെങ്കിൽ ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല, അന്വേഷണ സംഘം വരട്ടെ, കണ്ടുപിടിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവർ അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയമായിരിക്കും. കാരണം ഒരു ചാനലിലൊക്കെ വന്നിട്ട് അവർ ബംഗ്ലാദേശ് സംഘടനയുടെ ആളാണ്, ചാരസംഘടനയുടെ ആളാണ്, ചാരനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. വിദ്യാഭ്യാസമൊക്കെ അത്യാവശ്യത്തിന് ഉള്ള ജാമിത എന്ന് പറയുന്ന ടീച്ചർക്ക് അവർ പറയുന്നതിൻ്റെ ആ ഒരു പിന്നീട് വരുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കതൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. അതുമാത്രമല്ല, അവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പറയുന്ന ഷഫീന ബീഗത്തിൻ്റെ ഭർത്താവ് ഇപ്പോഴും ബംഗ്ലാദേശിൽ തന്നെയാണുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഇവരുടെ മകന് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം കിട്ടിയത് എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതേക്കുറിച്ചൊന്നും ഞാനായിട്ട് എൻ്റെ അഭിപ്രായങ്ങളെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളാണ് ഇത്രയും വലിയ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ആയി ഇതേ ഇപ്പോൾ കേസും കൂട്ടും ഒക്കെ ആയിട്ട് വന്ന് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഷഫീന ബീബി എന്ന ഒരു വ്യക്തി അവരുടെ ചാനലിൽ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുടെ വീടെന്ന് പറഞ്ഞാൽ സുൽത്താൻ വീടോ അങ്ങനെ ഏതാണ്ടാണ് അവരുടെ വീട്ടുപേര് അവർ പറയുന്നുണ്ട്, അഡ്രസ്സ് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് അവരുടെ വീഡിയോകളിൽ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അവരുടെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണെന്ന് അവർ പറയുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലത്തിലോ അങ്ങനെ ഏതാണ്ടൊരു സ്ഥലത്താണ്, കല്ലമ്പലത്തിലോ മറ്റോ ആണ് അവരുടെ കല്ലമ്പലം. എനിക്കറിയാം കല്ലമ്പലമൊക്കെ, കല്ലമ്പലത്തിൽ എവിടെയോ ആണെന്ന് അവർ പറയുന്നുണ്ട്. ഞാനും തിരുവനന്തപുരം ജില്ലക്കാരിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേര് അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവരെങ്ങനെയാണ് ബംഗ്ലാദേശുകാരി ആവുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതൊക്കെ ഇവർ തന്നെ പോലീസ് ഇത് ശക്തമായി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇവർ ചാരസംഘടനയുടെ ആളാണ് എന്ന് തന്നെയാണ്, ഇവരുടെ എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളൊക്കെ ഷഫീന ബീബിക്ക് ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പറയുന്ന ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പിന്നെ ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം. ജനം ടി വിയിൽ വന്ന ന്യൂസാണ്. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ജനം ടി വി തന്നെ ഉണ്ട് ആ ന്യൂസ്, പോയി കണ്ടോളൂ. ഞാൻ എന്തായാലും അതിൻ്റെ ഓഡിയോ ഞാൻ കേൾപ്പിച്ച് തരാം. ടീച്ചർ പറഞ്ഞു, ഭീഷണിപ്പെടുത്താൻ വന്ന അവതാരയ്ക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ചാര വനിതയാണ് ഇവരെന്നും ജാമിദ ടീച്ചർ പറയുന്നു. ജനം ടി വിയോട് ഭീഷണിയുടെ വിവരങ്ങൾ ജാമിദ ടീച്ചർ വെളിപ്പെടുത്തി. ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു ചാര വനിതയാണ് ഇവര്. ഈ സ്ത്രീ ഈ ഒരു പറച്ചിലുണ്ടല്ലോ, ഇപ്പൊ ഇവർ പറഞ്ഞ ഈ ഒരു ആരോപണം വളരെ വലുതാണ്, വളരെ വലുതാണ്. ഇതിനൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ജാമിദ ടീച്ചർ സമാധാനം പറയേണ്ടി വരും. കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ഒരു ചാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഒരു ആളെ കൊന്നു കഴിഞ്ഞാൽ പോലും അതിന് കിട്ടാവുന്ന ശിക്ഷയേക്കാൾ 10 മടങ്ങ് വലുതാണ് രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവരിങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇനി ബാക്കി കേൾക്കാം. സിസ്റ്ററുടെ വീട്ടിൽ പോയത് ഇവരെ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെയുള്ള പലയിടങ്ങളിലും ഇവർ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞു. അതുപോലെ പള്ളി കമ്മിറ്റിക്കാർ, അതായത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ഈ പറയുന്ന പിന്നെ ഷഫീന ബീഗം പോയത് അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ പലയിടങ്ങളിലും പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പോലീസുകാരാണ് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോയി അവരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തുകയും ഫിനാൻഷ്യൽ തട്ടിപ്പിന് ശ്രമിക്കുകയും ചെയ്തതായിട്ട് ഒരുപാട് രേഖകൾ, ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. കൂടെ പോലീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്റെ സിസ്റ്ററുടെ വീട്ടിൽ ചെന്ന് അവരുടെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്തി. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളും ഇസ്ലാം മതം വിട്ടവരും തമ്മിൽ ഒരു ക്ലാഷിനിടയാകും. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇവർ
വിദ്വേഷമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും. ഇവര് എന്റെ മാതാവിനെ, എന്റെ പിതാവിനെ, എന്റെ പ്രായപൂർത്തിയാകാത്ത മകളെ 3 വർഷം മുമ്പ് വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ച വ്യക്തിയാണ്. ഒരുപാട് ഇരകളാക്കപ്പെട്ട ആളുകളുണ്ട് ഇവര് കാരണം തന്നെ. അപ്പൊ എന്നോടുള്ള വിരോധം കാരണം ഒരുപാട് മുസ്ലിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ മുസ്ലിങ്ങളുടെ പണം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെയും എന്നെയും പരസ്പരം ബോധയിലേക്ക് ഇറക്കാനും അതുവഴി ഇവർക്ക് ചില താല്പര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഒന്നുകിൽ ഇവരൊരു മാനസിക രോഗിയാണ്, അതല്ലെങ്കിൽ ഇവര് പഠിച്ച ഒരു ക്രിമിനലാണ്. ഒരു വ്യക്തിയെ മാനസിക രോഗി എന്ന് പറയുന്നത് വളരെ വലിയ തെറ്റാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ അത് ബോധ്യപ്പെടാതെ ഒരാളെ മാനസിക രോഗി എന്ന് വിളിക്കുന്നത് ശരിയല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശ് ബന്ധം അതും ഈ പറയുന്നത് കണക്ക് ഒരു തെളിവില്ലാതെ പറയുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ എന്തായാലും മാനസിക രോഗം അവർക്കുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം അവർ മാനസിക രോഗിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ അവരുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന ആളൊന്നും അല്ല. എന്നാൽ പോലും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ നോക്കി പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ അതിലൊക്കെ പലതിലും അവർ സ്ത്രീകളുടേതായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ വളരെയധികം ഇവർ ഇടപെടാറുള്ള ഒരു വ്യക്തിയാണ്. സ്ത്രീകൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അവരതിലൊക്കെ ഇടപെടാറുണ്ട്. അതേക്കുറിച്ചൊക്കെ ഇവർ സംസാരിക്കാറുണ്ട്. അതുപോലെ വളരെ മാന്യമായ രീതിയിൽ അവരുടെ വീഡിയോകൾ ഒരുപാട് വരാറുണ്ട്. എന്നാൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വച്ചിട്ട് അവർ ദേഷ്യപ്പെട്ടും തെറി വിളിച്ചുള്ള വീഡിയോകളും ലൈവുകളും അതും ധാരാളം വരാറുണ്ട്. അപ്പോൾ അവരെന്തായാലും ഒരു മാനസിക രോഗിയാണെന്ന് തോന്നുന്നില്ല, എനിക്ക് തോന്നിയിട്ടില്ല. വിവരങ്ങളുമായി അനഘ കൃഷ്ണൻ ചേരുന്നു. അനഘ, ജനൻ ടിവിയോട് ജാമിദ ടീച്ചർ നൽകിയ വെളിപ്പെടുത്തലാണ് നമ്മളിപ്പോൾ കേട്ടത്. കൃത്യമായി ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ കുടുംബം നേരിടുന്ന ഭീഷണി, അത് മാത്രമല്ല പള്ളി സെക്രട്ടറിയും ഒരു യൂട്യൂബറും ഇക്കാര്യത്തിൽ ഭീഷണി മുഴക്കാനായി വീട്ടിലേക്ക് എത്തിയ സംഭവങ്ങൾ ജാമിദ ടീച്ചർ പറയുന്നു. അത് മാത്രമല്ല ഈ യൂട്യൂബർ എന്ന് പറയുന്ന ആൾ അവർ ബംഗ്ലാദേശ് താല്പര്യമുള്ളവരാണെന്നും അവർ ചാര വനിതയാണെന്നും വരെ കൃത്യമായി ജാമിദ ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട്. അനഘ, പോലും അപമാനിച്ചെന്നും സ്വതന്ത്ര ചിന്തക ജാമിദ ടീച്ചർ വെളിപ്പെടുത്തിയിരിക്കുന്നു. പള്ളി സെക്രട്ടറിയും യൂട്യൂബ് ചാനൽ അവതാരികയും വീട്ടിലെത്തി ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയെന്നാണല്ലോ ജാമിദ ടീച്ചറുടെ വെളിപ്പെടുത്തൽ. ഈ ഭീഷണിപ്പെടുത്താൻ വന്ന അവതാരയ്ക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ചാര വനിതയാണെന്നും ജാമിദ ടീച്ചർ പറയുന്നുണ്ടല്ലോ അനഘ. തീർച്ചയായും. അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് ജാമിദ ടീച്ചറുടെ ഈ സഹോദരിയുടെ വീട്ടിലേക്ക് ഈ യൂട്യൂബ് ചാനൽ അവതാരികയായിട്ടുള്ള ഷഫീന ബീവി എന്ന് പറയുന്നവരും പള്ളി സെക്രട്ടറിയും നേരിട്ട് ഈ ജാമിദ ടീച്ചറുടെ സഹോദരിയുടെ വീട്ടിലേക്ക് എത്തുകയും ഈ സഹോദരിയെ ജാമിദ ടീച്ചർ മതം മാറിയതിന്റെ പേരിൽ വിമർശനം ഉന്നയിക്കുകയും മാത്രമല്ല അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീടിനകത്തുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങളടക്കം ചിത്രീകരിക്കുകയും ഈ ജാമിദ ടീച്ചറുടെ 92 വയസ്സുള്ള പ്രായമായ അമ്മയെ പോലും അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ജാമിദ ടീച്ചർ മതം മാറിയതിൽ മുസ്ലിമുകൾക്കിടയിൽ വലിയ പ്രശ്നമുണ്ട്, അത് തങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ജാമിദ ടീച്ചറുടെ സഹോദരി വീട്ടിൽ ഇവർ അതിക്രമിച്ച് കടക്കുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് എന്നാണ് ജാമിദ ടീച്ചർ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ഏറ്റവും ഈ യൂട്യൂബർ ആയിട്ടുള്ള ഈ ഷഫീന ബീവിക്കെതിരെ ജാമിദ ടീച്ചർ ഗുരുതരമായ മറ്റ് ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ഈ ഷഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ അവതാരിക ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളാണ്. മാത്രമല്ല ഇവരുടെ ഭർത്താവ് ബംഗ്ലാദേശുകാരനാണ്. ഇവർക്കൊരു മകനുണ്ട്. ആ മകൻ എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിരിക്കുന്നത്, മാത്രമല്ല വിവരങ്ങൾ കൃത്യമായ ഒരു അജണ്ട ഈ സ്ത്രീക്ക് പിന്നിലുണ്ട്. അത് നടപ്പിലാക്കാനാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജാമിദ ടീച്ചർ ഇവരുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ജാമിദ ടീച്ചറെ സംബന്ധിച്ച് മതം മാറിയതിന്റെ പേരിൽ താൻ ഒരു മതത്തിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചു, ആ മതം പഠിച്ചു, കൃത്യമായി തന്നെ പഠിച്ചു, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കും
നോക്കുമ്പോഴാണ് അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്, അല്ലെങ്കിൽ ചില തിരുത്തലുകൾ ആവശ്യമാണ് എന്ന തന്റെ ബോധ്യത്തിൽ നിന്നാണ് ജാമിദ ടീച്ചർ ആ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത്. നിലവിൽ സ്വതന്ത്ര ചിന്തകയാണ്. എന്നാൽ അന്ന് മുതൽ തന്നെ തന്റെ സ്വന്തം മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ വലിയ രീതിയിൽ ആ സമുദായത്തിൽ നിന്ന് തന്നെ ക്രൂശിക്കപ്പെട്ട, ഇപ്പോഴും അതിന്റെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ജാമിദ ടീച്ചർ. മാത്രമല്ല, അതിന്റെ ഏറ്റവും ഒടുവിൽ ഇസ്ലാമിക മതമൗലികവാദികൾ ജാമിദ ടീച്ചറുടെ വായടപ്പിക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നു. അതിന് ഏറ്റവും ഒടുവിൽ അവരുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു യൂട്യൂബ് ചാനൽ അവതാരികയെ ഇറക്കിക്കൊണ്ട് ജാമിദ ടീച്ചറെ അല്ലെങ്കിൽ തനിക്ക് നേരെ വന്നിരിക്കുന്നത്. ഇതുവരെ തനിക്കും തന്നെ അടുത്ത കുടുംബങ്ങൾക്കും നേരെയാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ താനുമായി ബന്ധപ്പെട്ട ബന്ധുക്കളിലേക്ക് കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ജാമിദ ടീച്ചർ പറയുന്നത്. അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ തന്റെ സഹോദരിയുടെ വീട്ടിലെത്തി അവരുടെ ജോലി കളയാനുള്ള ശ്രമമുണ്ടായി, അവരെ ഭീഷണിപ്പെടുത്തുന്ന ശ്രമമുണ്ടായി, അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചിത്രീകരിച്ചു, താനുമായി ഒരു ബന്ധവുമില്ല എന്ന് അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചു. മാത്രമല്ല, വീട്ടിലുണ്ടായിരുന്ന തന്റെ ഉമ്മയെ, തന്റെ മാതാവിനെ പോലും ആ പറയുന്നതിൽ ഒരു അതിശയോക്തിയില്ലേ? കാരണം ഇനി ഒരാൾ വന്ന് ഇനി എന്ത് ഭീഷണിപ്പെടുത്തിയാലും സ്വന്തം കൂടപ്പിറപ്പുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അങ്ങനെ പറയുമോ ആരെങ്കിലും? ഇപ്പോൾ എന്നെ വന്ന് ഒരാൾ കുറേ അടിക്കാനും കൊല്ലാനും എന്നെ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് വന്നിട്ട് എൻ്റെ കൂടപ്പിറപ്പുകളുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുമോ? ഞാനൊരിക്കലും പറയത്തില്ല. അപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. അങ്ങനെ ഒരിക്കലും പറയൂ. ഇപ്പോൾ ജാമിദ ടീച്ചറുടെ വീട്ടിൽ വന്നിട്ട് അവരുടെ ഉമ്മയെ ആയാലും ഉപ്പയെ ആയാലും അതുപോലെ തന്നെ സഹോദരങ്ങളെ ആയാലും വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു ബന്ധവുമില്ലെന്നോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ കള്ളം പറയാൻ പറഞ്ഞാൽ അവർ പറയൂ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയുമെന്ന്. എനിക്കെന്തോ അതിലത്ര വിശ്വാസം വരുന്നില്ല. രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി ഇങ്ങനെ കൃത്യമായി തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ വീട്ടിലെത്തിയത്. അത് അവർ ഈ വീട്ടിൽ എത്തി അവരോടൊക്കെ തന്നെ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യം, ജാമിദ മതം വിട്ടു അല്ലെങ്കിൽ മതം ഉപേക്ഷിച്ചു. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ബന്ധുക്കളിലേക്ക് കൂടി അവരെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടി. ഇത് കുറേ സമയമുണ്ട് ഈ ഒരു വാർത്തയെന്ന് പറഞ്ഞാൽ. എന്തായാലും കൊച്ചു വഴക്കുകളാണ് ഇപ്പോൾ ഇതുവരെ ചാരസംഘടനയിൽപ്പെട്ട ആളാണ് എന്ന് വരെ എത്തിയിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇതേക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അറിയാൻ സാധിക്കും. കാരണം പോലീസ് കേസൊക്കെ എങ്ങനെയാണ് പോകുന്നത്, പോലീസുകാർ വന്നോ, ഇനി ഷെഫീന ബീഗത്തെ ചോദ്യം ചെയ്തോ? ഷെഫീന ബീഗം എന്ന് പറയുന്ന വ്യക്തി ആർക്കു വേണ്ടിയും പറയേണ്ട, അവർ നല്ല നട്ടിൽ ഉറപ്പുള്ളൊരു സ്ത്രീയാണ്, അവർക്ക് നല്ല തൻ്റെടമൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അതുപോലെ തന്നെ ഈ ജാമിദ ടീച്ചർ എന്ന് പറയുന്ന അവരും അത്യാവശ്യം നല്ല ധൈര്യമൊക്കെ ഉള്ള പാർട്ടി തന്നെയാണ്. അവർക്ക് ധൈര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒട്ടും ധൈര്യം ഇല്ലാത്തൊരു വ്യക്തിക്ക് അവർ ചെയ്യുന്ന പോലുള്ള വീഡിയോകളൊന്നും ചെയ്തിടാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും രണ്ട് കൂട്ടരും പണ്ട് ആരാണ്ടോ പറഞ്ഞ കണക്ക് രണ്ട് മലകൾ ചേർന്നാലും ചേരില്ല എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ വ്രതശുദ്ധിയുടെ മാസത്തിൽ തന്നെ ഈ പെണ്ണുങ്ങളിങ്ങനെ വഴക്കും പ്രശ്നം ഒക്കെ ആയിട്ടിരിക്കുന്നു. എന്തായാലും അതൊക്കെ എത്രയും പെട്ടെന്ന് സോൾവ് ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം നിങ്ങളുടെ മുന്നിലേക്ക്. തൽക്കാലം എല്ലാവർക്കും ബൈ.